തിരുപാദൂരത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നല്ലോ. നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും കർത്താവ് നമ്മെ പരിപാലിച്ച് തൻ്റെ ചെറുകണ്ണി നമ്മെ മറച്ച് ജോത്സവമായി നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you Lord, praise you Lord, praise you Lord, praise you Lord, praise you Lord. Praise you Lord, 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 praise you Lord. ഈ വലിയ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, അവൻ്റെ മക്കളായി തീരുവാൻ, അവൻ്റെ അവകാശികളായി തീരുവാൻ, ഹല്ലേലൂയ, നിത്യതയ്ക്ക് യോഗ്യരായി തീരുവാൻ, നിത്യജീവനുള്ളിൽ പകരപ്പെടുവാനൊക്കെ തന്ന ഭാഗ്യത്തിനായി കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We praise you Lord, we praise you Lord. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതിരിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് കർത്താവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. Praise you Lord, praise you Lord, praise you Lord, praise you Lord, praise you Lord. Thank you Lord, thank you Lord, thank you Lord, thank you Lord. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു. വചനത്താലുള്ള ശുദ്ധീകരണം നമ്മൾ അനുദിനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ജീവിതം നാം ചെയ്യുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ സഹായം എല്ലാ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും ഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയത് ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, അവൻ്റെ യാഗമരണത്തെ ഓർക്കുമ്പോൾ, കർത്താവ് നമ്മോട് കാണിച്ച കൃപയെ ഓർക്കുമ്പോൾ, അവൻ്റെ കരുണയെ നാം ഓർക്കുമ്പോൾ, ഓരോ ദിവസവും കാണിക്കുന്ന മനസ്സലി ഓർക്കുമ്പോൾ, പാപത്തിൽ അകപ്പെടാതെ നമ്മെ കാക്കുന്നത് ഓർക്കുമ്പോൾ, കരം പിടിച്ച് നമ്മെ നടത്തുന്നത് ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, ഏകാന്തത അനുഭവിക്കുന്ന സമയത്ത് മകനെ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, മകളെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് അടുത്തു വന്ന് നമ്മോട് പറഞ്ഞ് നമ്മെ ധൈര്യപ്പെടുത്തി നമ്മെ ജയോത്സവമായി ക്രിസ്ത്യ ജീവിതയാത്രയിൽ നടത്തുന്നത് ഓർക്കുമ്പോൾ നമുക്ക് കർത്താവിനെ സ്തുതിപ്പാതിരിപ്പാൻ കഴിയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord, 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 thank you Lord. Hallelujah, 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 hallelujah. Praise you Lord, 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 praise you Lord. കർത്താവേ, അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്രയും ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ വലിയ നാമത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, അങ്ങയുടെ നാമത്തിന് മഹത്വം കരയേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Praise you Lord, 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 praise you Lord. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പാവനാത്മാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. Thank you Lord, 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 thank you Lord. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ഹല്ലേലൂയ തൻ്റെ പുത്രനിലൂടെ നിത്യജീവൻ നൽകി തന്ന നിത്യതയ്ക്ക് അവകാശികളാക്കി തീർത്ത് ഓരോ ദിവസവും ജയോത്സവമായി ഈ ഭൂമിയിൽ നമ്മെ നയിക്കുന്നത് ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. You are worthy, you are worthy, you are worthy. അങ്ങ് യോഗ്യനായ ദൈവം, അങ്ങ് യോഗ്യനായ ദൈവം, സ്തുതിക്ക് യോഗ്യനായ ദൈവമാണങ്ങ്. ഹല്ലേലൂയ. സകലമാനത്തിനും പുകഴ്ചയ്ക്കും മഹത്വത്തിനും യോഗ്യനായ ദൈവമാണങ്ങ്. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ഞങ്ങളെ തിരഞ്ഞെടുത്ത്, ഹല്ലേലൂയ, ഞങ്ങളുടെ പുത്രനിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളുടെ പാപത്തിൻ്റെ കടങ്ങൾ അങ്ങയുടെ ഹല്ലേലൂയ പുത്രൻ്റെ തോളിലാക്കി, ആമേൻ, അങ്ങയുടെ നീതി ഞങ്ങൾക്ക് മേൽ കണക്കിട്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം, വരുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം, 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 സ്തോത്രം. Thank you Lord, 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 thank you Lord. എല്ലാവരും കർത്താവിനെ ഒരു നിമിഷം ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിക്കാട്ടെ. അതിനായിട്ടാണല്ലോ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവൻ്റെ ദയ എത്രയോ വലുതാണ്. ഹല്ലേലൂയ. അവൻ്റെ ചിന്ത നമ്മുടെ വിചാരങ്ങളെക്കാൾ എത്രയോ ഉന്നതമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ നമ്മുടെ മേൽ എത്രയോ ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അവൻ നമ്മോട് കരുണ തോന്നുന്നു. അവൻ നാം പൊടിയെന്ന് ഓർക്കുന്നു. ഹല്ലേലൂയ. രാവിലെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ മഹാദയെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിർ ബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ വചനത്തിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ, നമുക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, അവന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി സ്തോത്രയാഗങ്ങളാൽ ഈ ഹോൾ മുഖരിതമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കടന്നു വരുന്നവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you Lord, 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 praise you Lord. Thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. Hallelujah, 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 hallelujah. Thank you Lord, 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 thank you Lord. We praise you, we praise you, we praise you, we praise you, we praise you. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധി നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് കടന്നു വരാം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ. നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ആരാധന അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകന്മാരെ കർത്താവ് ബലപ്പെടുത്തട്ടെ. അഭിഷേകത്തിൻ്റെ മറവിൽ കർത്താവ് നിർത്തട്ടെ. അഭിഷേകത്തോട് ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയർത്തും ദാനം ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കാം. ദാസനിലൂടെ കർത്താവിൻ്റെ വചനം നമ്മെ കേൾപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കത്തക്ക രീതിയിൽ വചനത്തിൻ്റെ പൊരുളുകൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കർത്താവിൻ്റെ ദാസനെ അഭിഷേകത്തോടെ നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടന്നുവരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് കർത്താവ് കൂട്ടിവരുത്തേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ സ്വാതന്ത്ര്യമില്ലാതെ ജയിലുകളിലും ഭവനങ്ങളിലും തടങ്കലിലും ആയിരിക്കുന്നവരെ ഓർക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അവരെയും വിടുവിക്കേണ്ടതിന് അനുഗ്രഹിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന ഓരോ നിമിഷവും കർത്താവിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കുമ്പോൾ തന്നെ ആരാധന യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സഹോദരന്മാർ നടുവുന്ന ഒരാൾക്കും ശബ്ദമുയർത്തി ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you Lord. Thank you Lord. Thank you Lord. Yes Lord. സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ലോർഡ്. അങ്ങ് വലിയ ദൈവം, വലിയ ദൈവം, വലിയ ദൈവം, വലിയ ദൈവം. അങ്ങേ പോലെ മറ്റൊരു ദൈവമില്ല. വി പ്രൈസ് യു ലോർഡ്, വി പ്രൈസ് യു ലോർഡ്, വി പ്രൈസ് യു ലോർഡ്, വി പ്രൈസ് യു ലോർഡ്. താങ്ക് യു ലോർഡ്, 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 താങ്ക് യു ലോർഡ്. യെസ്, 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 യെസ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ് ലോർഡ്, ഹല്ലേലൂയ. യെസ് ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. Yes Lord, hallelujah, hallelujah. സ്തോത്രം, 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 സ്തോത്രം. Praise the Lord, hallelujah. സ്തോത്രം, 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 സ്തോത്രം. Thank you Lord, thank you Lord, thank you Lord. Yes Lord. Praise the Lord. സ്തോത്രം. Yes Lord, hallelujah. Hallelujah, hallelujah.
സ്തോത്രം, 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 സ്തോത്രം. തരുന്നു കർത്താവേ. ഹല്ലേലൂയ. യെസ് ലോർഡ്. യെസ് ലോർഡ്. ആമേൻ, ആമേൻ. സ്തോത്രം. യെസ് ലോർഡ്. പ്രൈസ് യു ലോർഡ്. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഭാഗ്യം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നല്ലോ. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിവസവും കർത്താവ് നമ്മെ പരിപാലിച്ചു. അവൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം, അവൻ്റെ ത്യാഗമരണത്തെ നമുക്ക് ഓർക്കാം, കാൽവറിയിൽ കൂടെ നമുക്ക് തന്ന നിത്യരക്ഷയെ നമുക്ക് ഓർക്കാം. ഹല്ലേലൂയ. മറന്നു സ്വർഗ സുഖമഖിലവും നീ അലഞ്ഞ എന്നെ മാർവിലണപ്പാൻ, അലഞ്ഞ എന്നെ മാർവിലണപ്പാൻ, മഹത്വമേ നിൻ നാമത്തിനു, മഹത്വമേ എന്നും എന്നേക്കും, മഹത്വമേ എന്നും. മമ മണാള നിൻ സ്നേഹത്താലേ, മമ മണാള നിൻ സ്നേഹത്താലേ നിറയുന്നേ ഉള്ളമിന്നേരം, നിറയുന്നേ ഉള്ളമിന്നേരം. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം, ആനന്ദമേ ആയതിൻ ധ്യാനം. ആഴമുയരം നീളം വീതി ആർക്കു ഗ്രഹിക്കാം നിൻ സ്നേഹം, ആർക്കു ഗ്രഹിക്കാം. മമ മണാള നിൻ സ്നേഹത്താലേ, മമ നിൻ സ്നേഹത്താലേ നിറയുന്നേ ഉള്ളമിന്നേരം, നിറയുന്നേ ഉള്ളമിന്നേരം, നിറയുന്നേ ഉള്ളമിന്നേരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഉള്ളം നിറയട്ടെ. ഹല്ലേലൂയ. ഓരോ ദിവസവും തന്റെ സ്നേഹത്തിൽ നമ്മെ കാത്തു പരിപാലിക്കുന്നത് ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. നിത്യത നമ്മുടെ ഉള്ളിൽ നൽകി തന്ന് പ്രത്യാശയോട് ഓരോ ദിവസവും നടത്തുന്ന കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിതാവേ, ഞങ്ങളുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന നിത്യരക്ഷയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പാപക്കടങ്ങളെ ക്ഷമിച്ചതിനായി സ്തോത്രം. രക്താംബരം പോലെ ചുമന്നിരുന്ന ഞങ്ങളുടെ പാപത്തെ ഹിമം പോലെ വെളുപ്പിച്ചതിനായി സ്തോത്രം.
അതിക്രമങ്ങളിലും പാവങ്ങളിലും മരിച്ചവരായിരുന്ന ഇവരെ ജീവിപ്പിച്ചതിനായി സ്തോത്രം. അങ്ങനെ പുത്രനിലൂടെ തന്ന നിത്യസമാധാനത്തിനായി സ്തോത്രം. രാവിലെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. ബലഹീനനായ അടിയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മുഴുവൻ ജീവിതവും അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി ആരാധനയായി സമർപ്പിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ ഇരുത്തിക്കാട്ടെ. രാവിലെ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ ബലപ്പെടുത്തിക്കാട്ടെ. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വരുവാൻ കഴിയാതെ വണ്ണം ഭവനത്തിലായിരിക്കുന്നവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ. സൂമിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. കാലം അങ്ങയുടെ ദാസനിലൂടെ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളിൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വേദനകളിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി അനുകൂലമായി നീട്ടേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ അങ്ങേ ആരാധിക്കുമ്പോൾ, അങ്ങേ സ്തുതിക്കുമ്പോൾ, സ്വാതന്ത്ര്യമില്ലാതെ ഞങ്ങളുടെ മക്കൾ വിവിധ നിലകളിൽ ഭാരത്തോടും ആമേൻ തടങ്കലിലും ജയിലുകളും ആയിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് സ്വാതന്ത്ര്യത്തോടെ അങ്ങേ ആരാധിപ്പാനുള്ള കൃപ അങ്ങ് ചെയ്താട്ട്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രതികൂലത്തിന് നടുവിൽ ഞങ്ങൾ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, രാവിലെ ഞങ്ങളുടെ നാമത്തെ സ്തുതിപ്പാൻ, ഞങ്ങളുടെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ, തിരുമുൾ കാഴ്ചയുമായി ഞങ്ങളുടെ പ്രാകാരങ്ങളിലേക്ക് അടുത്തു വരുവാൻ, വിശുദ്ധാലങ്കാരത്തോടെ അങ്ങേ നമസ്കരിക്കുവാൻ ഞങ്ങൾ കൃപ തന്നാട്ട്. അങ്ങനെ സ്പർശനം അനുഭവിച്ചവരായി സന്തോഷത്തോടും സമാധാനത്തോടും മടങ്ങിപ്പോവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഈ സഭാഹോളിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും, സൂം ലൈനിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗമരുന്നവനായ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഈ വർഷത്തിൻ്റെ ഓരോ ദിവസവും കർത്താവ് നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹം മാത്രമായിരിക്കണം. ഇന്ന് രാവിലെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്രങ്ങൾ കർത്താവിനത് പ്രസാദകരമാണ്. ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് പ്രാഥമികമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. 95 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 95. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഈ സങ്കീർത്തന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. മലയാളത്തിൽ 2 വാക്ക് ചേർത്ത് പറയുകയാണ്. ഉല്ലസിക്കുക, ഘോഷിക്കുക എന്നതിന് ഒറ്റ വാക്കി പറയുക, ഉല്ലസിച്ച് ഘോഷിക്കുക. എന്തുകൊണ്ട് നമുക്ക് ഉല്ലസിച്ച് ഘോഷിക്കാൻ കഴിയും? ഹല്ലേലൂയ. അവൻ നമ്മുടെ രക്ഷയുടെ പാറയാണ്. ഹല്ലേലൂയ. 6ാമത്തെ വാക്യം, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, കം let us worship and bow down, let us kneel before the Lord our maker. ഇവിടെ തെറ്റിദ്ധരിക്കരുത്. സ്റ്റേജിൽ നിൽക്കുന്നവർ നിങ്ങളെ ആരാധനയിലേക്ക് ലീഡ് ചെയ്യുകയല്ല. സ്റ്റേജിൽ നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരാണെങ്കിലും ദൈവദാസന്മാരാണെങ്കിലും ദൈവമക്കളാണെങ്കിലും
ഇവിടെ പറഞ്ഞിരിക്കുന്നത് let us worship. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുകയാ. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നീൽ ഡൗൺ ചെയ്യുക. അതാണ് ആരാധന. എന്തുകൊണ്ട്? അവൻ നമ്മുടെ രക്ഷയുടെ പാറയാണ്. അവൻ നമ്മുടെ രക്ഷയുടെ പാറയാണ്. ഹല്ലേലൂയ. എവിടെ കിടന്നതാ നാം? ചേറ്റുകുടിയിൽ കിടന്ന് നമ്മെ കരം പിടിച്ചുയർത്തി നിത്യപ്രത്യാശ ഉള്ളിൽ നൽകി തന്ന ഈ ദൈവത്തെ സ്തുതിക്കാതെ നാം മറന്നു പോകരുത്. മടങ്ങിപ്പോകുവാനിടയാകരുത്. സ്തുതിക്കാതെ മടങ്ങിപ്പോകരുത്. രാവിലെ പാട്ടുകൾ അറിയാവുന്ന പാട്ടുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ പാട്ടുകളെക്കാൾ ഉപരി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന സ്തോത്രങ്ങൾ, സ്തുതികൾ, ആരാധന ദൈവത്തിനെ നമുക്ക് അർപ്പിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We praise you Lord. We thank you Lord. We worship you Lord. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ രക്ഷയുടെ പാറയാണ്. വരുവീൻ നാം യഹോവയ്ക്ക് മുമ്പിൽ നമസ്കരിക്കാം. അവന്റെ മുമ്പിൽ നാം മുട്ടുകുത്തുക. അവനെ നമുക്ക് ആരാധിക്കാം. അവന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഉന്നതനായ ദൈവത്തെ, അവരുടെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഓ പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷമേകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും
ഇമ്പനാമം യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം ഓ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം ഹല്ലേലൂയ praise you Lord hallelujah 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 we praise you we praise you we praise you we praise you hallelujah നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു hallelujah 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 യേശുവിന്റെ നാമം മധുരനാമം ഇണയില്ല നാമം ഇമ്പനാമം hallelujah മുഴങ്കാലുകളെല്ലാം മടങ്ങുന്ന നാമം പരിശുദ്ധമായ നാമം എത്ര മഹാത്ഭുതം യേശുവിന്റെ നാമം hallelujah നാമത്തെ നമുക്ക് ഉയർത്താം hallelujah ആ നാമത്തിന് നമുക്ക് മഹത്വം കരേറ്റാം hallelujah we praise you Lord we praise you Lord we praise you Lord hallelujah 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 ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ചെങ്കടൽ കടന്ന് മിറിയാം തപ്പെടുത്ത് ദൈവത്തെ സ്തുതിച്ചു. ഇസ്രായേൽ മക്കൾ ഒന്നു ചേർന്ന് പാടി, ഫറവോനിനി ഞാൻ അടിമയല്ല. പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന, ബന്ധനത്തിലായിരുന്ന നമ്മെ തന്റെ പുത്രനിലൂടെ വിടുവിച്ച് നിത്യ രാജ്യത്തിന് അവകാശികളാക്കി നിത്യജീവൻ ഉള്ളിൽ പകർന്ന്, നിത്യ സമാധാനം ഉള്ളിൽ പകർന്ന് ഈ പരിശുദ്ധനായ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് നാം ഓരോരുത്തരും. നമ്മൾ അറച്ചുകൊണ്ടല്ല ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്, ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പാടാം, ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ മറച്ചത് കൊണ്ട് ഇന്ന് രാത്രി രാവിലെയും ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് പറയാം, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഹല്ലേലൂയ. ഫറവോനു ഞാൻ ഇനി അടിമയല്ല, ഫറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഓ കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീണത്തിൽ, കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീണത്തിൽ അറിഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, അറിഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഓ മാറായെ മധുരമാക്കി തീർക്കുമാവേ, മാറായെ മധുരമാക്കി തീർക്കുമാവേ. ഹല്ലേലൂയ. ഓ മാറയെ പിറന്നുദാനം പോകുമാവേ. ഹല്ലേലൂയ. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഓ മരുവിലൻ ദൈവമേ അധിപതിയേ, മരുവിലൻ ദൈവമേ അധിപതിയേ, തരുമവൻ പുതുമന്നാരുമതി, തരുമവൻ പുതുമന്നാരുമതി. ഹല്ലേലൂയ. Glory, 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 glory. ഓ സംഹാരദൂതൻ എന്നെ കടന്നുപോയി, മനോഹരമായ കലാ
കാറ്റിന്റെ നിളത്തിൽ ഞങ്ങളെ മറച്ച് ഹല്ലേലൂയ ക്രമങ്ങളൊക്കെ വിടുവിച്ച് രാവിലെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുത്തിയ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ. We praise you, Lord. We praise you, Lord. We thank you, Lord. Hallelujah, hallelujah, hallelujah. Yes, Lord. Hallelujah. Thank you, Lord. അതുകൊണ്ട് നമുക്ക് ധ്യാനത്തോടെ ഒരു കോറസും കൂടെ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തോട് നമുക്ക് പറയാം, ദൈവപിതാവേ ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ നാഥ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാവനാത്മാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവപിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. We worship you, Lord. Hallelujah, hallelujah. ജീവൻ ഞങ്ങളുടെ സർവ്വവും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളെ ഒരു യാഗമായി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവപിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. Hallelujah. We worship you, Lord. We worship you, Lord. രാവിലെ ഞങ്ങളുടെ ആരാധനയും കൈക്കൊള്ളണമേ. ഞങ്ങളെ യാഗമായി ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സ്തോത്രങ്ങൾ, ഞങ്ങളുടെ സ്തുതികൾ, ഞങ്ങളുടെ ജീവിതം മുഴുവനുമായും ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ we kneel down before you. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ കുമ്പിടുന്നു. സർവസ്വവും നിൻ മുൻപിലാണ്
സ്തുതിച്ചു കുമ്പിടുന്നു. ഒരിക്കൽ കൂടെ ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് ജീവനും പ്രസാദവും ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടൊരു യാഗമായി ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ ഒരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥത്തിൽ ആരാധന. യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ്. സമർപ്പിച്ചു കൊടുക്കാമോ പ്രിയമുള്ളവരെ? നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. We worship you, Lord. We worship you, Lord. We thank you, Lord. We praise you, Lord. We lift your holy name. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഒരു യാഗമായി ഞങ്ങളെ അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുത്ത ശരീരങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ ഒരു യാഗമായി സമർപ്പിക്കുന്ന കർത്താവേ, അതാണല്ലോ അങ്ങേക്ക് സുഗ്രാഹ്യമായ ആരാധന. അതിലാണല്ലോ കർത്താവേ പിതാവേ പ്രസാദിക്കുന്നത്. അങ്ങേക്ക് പ്രസാദമുള്ള യാഗം അതാണല്ലോ കർത്താവേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രകടനങ്ങളല്ല കർത്താവേ, ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്ന പിതാവേ, ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്ന പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്ന കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവേ ഒരു യാഗമായി ഞങ്ങളെ സമർപ്പിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങയുടെ നാമത്തിന് മഹത്വം അർപ്പിപ്പാൻ തൽക്കാലം കൃപ ചെയ്താടപ്പാ. അങ്ങ് അതിലൂടെ പ്രസാദിച്ച് അങ്ങ് അതിലൂടെ മഹത്വം എടുത്താടപ്പാ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുറന്നുള്ള ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം വ്യാപരിച്ചാട്ട് അങ്ങ് തന്നെ മഹത്വം എടുത്ത് അങ്ങങ്ങളെ അനുഗ്രഹിച്ചയച്ചാട്ട് അങ്ങയുടെ ദാസനോട് ഞങ്ങളോട് സംസാരിച്ചാട്ട് സമർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. ജീവനും എൻ്റെ സർവസ്വവും ദൈവം മുൻപാകെ സമർപ്പിച്ച് ആ നല്ല പിതാവിനെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയ സന്ദർഭം എത്രയോ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കടന്നു വന്ന് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗസ്റ്റായിട്ട് പ്രിയ ബാബു ബ്രദർ ഇല്ലയോ? അതെ, ഈ മാസ്കൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ബാബു ബ്രദർ ഫാമിലിയും ഡാലസ് എന്ന ഇവിടെയുണ്ട്. എൻ്റെ വൈഫിൻ്റെയും സിസിലയുടെയും ഒക്കെ കസിനാണ് അവർ, ആ കുടുംബം ഒന്നിച്ചേർപ്പാൻ ദൈവം സാവകാശം ഒരുക്കി ഓർത്ത് കർത്താവിന് സ്തോത്രം. മറ്റു വാത്സല്യ പ്രിയപ്പെട്ട എല്ലാവർക്കായും സ്തോത്രം. ഒരാഴ്ച കൂടെ ദൈവം നമ്മെ എല്ലാവരെയും പരിപാലിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപധാളമായി നമ്മുടെ മേൽ പകർന്ന് നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വൻ കൃപകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ഇന്നയോളം ദൈവം നടത്തി. ഈ പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ കൂട്ടുവരുത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം. വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം വന്നിരിക്കുക. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ വർഷത്തിലേക്ക് കാൽച്ചോട് വെക്കും. സമയങ്ങളും കാലങ്ങളും ഒക്കെ അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒന്നും നമുക്ക് അനുകൂലമല്ലെങ്കിലും നമുക്ക് പ്രത്യാശ കുറവ് വരരുത്. ദൈവത്തിന് ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ആ ഭവനത്തിൽ ചേരുവാൻ ഉള്ള സമയം യാത്ര തീരാറായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ പ്രത്യാശയോടും സന്തോഷത്തോടും കൂടെ വേണം ദൈവത്തിൻ്റെ പാദപീഠമായിരിക്കാൻ. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യത്തിനായിട്ടുള്ള സമയമുണ്ട്. നമ്മുടെ ഗസ്റ്റായി പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യ സമയമുണ്ട്. അല്ലാത്തവർ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞിട്ട് അതിനുശേഷം വിട്ടുപോകുന്നു ഞാനോട് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ആദ്യത്തെ ചോദ്യമായത് സ്തോത്രം. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ആദ്യമായിട്ട് ഒരു ചോദ്യമാ, ഒരു ഹൃദയം വേദനിക്കുന്ന വ്യക്തിയെ കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പുറമേ ചിരിക്കുന്നുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കാണുന്ന ഒരുവൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം.
തിരുവചനം പുസ്തകം ഒന്നിച്ച് നമ്മൾ നോക്കിയാൽ തുടക്കം മുതൽ അവസാനം വരെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഉൽപ്പത്തിയുടെ ആരംഭത്തിലെ 3:9 തോന്നുന്നു അവിടെ ചോദ്യം, മനുഷ്യ നീ എവിടെ? മനുഷ്യ നീ എവിടെ? മനുഷ്യനെ അന്വേഷിച്ചിറങ്ങിയ ഒരു ദൈവം. പുതുനിയമത്തിന്റെ ആരംഭത്തിലൊരു ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയട്ടെ, പുതിയ നിയമം മനുഷ്യനെ അന്വേഷിച്ച് ദൈവം ഇറങ്ങുമ്പോൾ, പഴയ നിയമം മനുഷ്യനെ അന്വേഷിച്ച് ദൈവം ഇറങ്ങുമ്പോൾ, പുതിയ നിയമം ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യർ ഇറങ്ങുന്നു. ഇത് രണ്ടും ഒന്നിച്ച് സംഗമിക്കുന്ന സ്ഥലമാ കാൽവറി. ഇത് രണ്ടും ഒന്നിച്ച് മുട്ടിച്ചുകൊണ്ട് നമ്മോട് പറയുന്ന സ്ഥലമാ കാൽവറി. ഹല്ലേലൂയ. പെട്ടെന്ന് മുൻപോട്ട് പോട്ടെ. ഉൽപ്പത്തിയിൽ ഒരു ചോദ്യം കൂടെയുണ്ട്. അറിയാമല്ലോ, ഇസ്ഹാക്കാ ചോദിക്കുന്നത്, അപ്പാ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അപ്പൻ ഹൃദയത്തിൽ ധൈര്യം പൂണ്ട ഒരു മറുപടി പറഞ്ഞു. ഒരു നല്ല സഹോദരനൊക്കെ പറയണേ, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് പകൽക്കാലം ആ ദൂതം ഏറ്റെടുക്കാമോ? ദൈവം കരുതുന്നവനാ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അതെ, ഇസ്ഹാക്കിന്റെ ചോദ്യത്തിന് മനുഷ്യനായ അബ്രഹാമിന് മറുപടിക്ക് ലിമിറ്റുണ്ട്. പുതിയ നിയമത്തിൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു ആ കുഞ്ഞാട് ആരാണെന്ന്. അപ്പൊ യാഗത്തിലുള്ള മൃഗം എവിടെ? യോഹന്നാൻ പറയുന്നു, ഇതാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് പകൽക്കാലം എനിക്ക് ഉയർത്താനുള്ള അവനെയാ. കിഴവിക്കതയും മറ്റു കാര്യവും പറയും, സമയം നിൽക്കുന്നതല്ല സ്റ്റേജ് എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ ഉയർത്തുന്ന സ്റ്റേജ്. ഹല്ലേലൂയ. ഞാൻ മറ്റൊന്ന് മുൻപോട്ട് പോട്ടെ. മോറിയാ മലയിലെ ചോദ്യം മറുപടി കാണുന്നത് കാൽവറി മലയിലാ. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് യാഗമായി തീർന്നെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാമോ? കല്ലറവാതിൽക്കൽ ഒരു നിൽക്കുന്ന മറിയ, അതാണ് നമ്മുടെ കുറിവാക്യം. അവള് പോയി വിവരം പറഞ്ഞു ഓടി വന്നവരൊക്കെ ഇവൻ ആരെന്ന് വെളിപ്പെട്ട് കിട്ടിയവനും മാറോട് ചേർന്ന് നിന്നവനും കൂടെ നടന്നതും എല്ലാം കൊട്ടയുടെ തലയെ കൊണ്ടുപോയവനും എല്ലാം പോയി. അവള് പോയില്ല. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ 11 വായിക്കുന്നത് 11 വായിച്ച് എന്നാൽ മറിയ, അങ്ങനല്ലേ ഇരിക്കും? എങ്ങനെയാ തുടങ്ങുന്നത്? എന്നാൽ മറിയ, എന്നാൽ മറിയ എന്നാ എന്തുവാ? മറ്റവരെല്ലാം, എന്നാൽ മറിയ പോയില്ല. നമ്മുടെ ആവശ്യമാ ദൈവത്തിന് വിഷയം. ഒരു സഹോദരനൊക്കെ പറയാമോ? എത്ര വലിയ പ്ലാൻ ഉള്ളവൻ ചെയ്യുന്നവനാണെങ്കിലും അവൻ നിന്റെ ഹൃദയവേദനയ്ക്ക് നിൽക്കുന്നവൻ കൂടെയാ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവൾക്ക് അവിടെ ആരുമില്ല. അവൾ വീട്ടിൽ നിന്ന് വന്ന എന്തിനാ? ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ വന്നതല്ല. അവിടെ സർവസ്വവുമായവനെ അവക്കുള്ളതെല്ലാം കൊടുത്ത് അവനൊന്ന് സമർപ്പിക്കാമെന്ന്. എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടായി ഇന്ന് പാടിയത്.
ജീവനും ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ്. ഹൃദയത്തിൽ നിന്നാണ് അത് പാടുന്നെങ്കിൽ ഇന്ന് അവൻ നിന്നോട് സംസാരിക്കാതിരിക്കയില്ല. എനിക്കുള്ളതല്ല, ഞാൻ എങ്ങോട്ടാ ഒന്ന് പോകുന്നത്, എന്റെ പ്രതീക്ഷയല്ല വസ്ഥാനത്തായി, മുൻപിലെല്ലാം ശൂന്യതയിലെയോ കാണുന്നത്, തുറന്നു കിടക്കുന്ന കല്ലറയും. എന്നാൽ എല്ലാവരും നിന്റെ സാഹചര്യം കണ്ട് ഇഗ്നോർ ചെയ്യുമ്പോഴും അവൻ നിന്നെ ഇഗ്നോർ ചെയ്യുന്നവനല്ല. അവിടെ നിർത്തി ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ക്രൂശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തു, അല്ലെങ്കിൽ ക്രൂശിൽ കയറിയ ക്രിസ്തു, ക്രൂശിൽ കിടന്നുകൊണ്ട് എത്ര മൊഴികൾ പറഞ്ഞെന്നറിയാമോ? ക്രൂശിൽ കിടന്നും 7 പറഞ്ഞു. ക്രൂശിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പും 7 പറഞ്ഞു. ഇതെല്ലാം കൂടെ പറയാനുള്ള സമയം ഇല്ല. ചന്ദ്രൻ എന്റെ സമയം എല്ലാം എടുത്തു. സോറി, ശ്രദ്ധിച്ചിരിക്കാം. അതുകൊണ്ട് പകുതി മിക്കവാറും അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ കാര്യം അത് ചിന്തിച്ചിട്ട് നമുക്ക് ഇവിടേക്ക് മടങ്ങി വന്ന് ആരാധിച്ച് വരിക. ഒന്ന്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയാത്തത് കൊണ്ട് അവരോട് ക്ഷമിക്കണം. ഈ മാർഗം ക്ഷമയുടെ മാർഗമാണ്. ഇവർ ചെയ്യുന്നത്, ഞാൻ ഇന്നലെ രാത്രി ഒക്കെ ചിന്തിച്ചപ്പോൾ ഇതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഒത്തിരി കാലം നമുക്ക് ക്ഷമ പഠിക്കേണ്ട, നമ്മൾ ക്ഷമിക്കേണ്ട, അതൊക്കെ നല്ല ദൂതാ. ക്ഷമയാണല്ലോ ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ വിഷയം. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച അതല്ല. എന്നെ നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല. ആരാണ് ഇങ്ങനെ നോക്കി നിന്നെ? യൂദായെ നീയും തെറ്റ് ചെയ്തില്ല. ക്ഷമിക്കണം, ഞാൻ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. പട്ടാളക്കാരെ നിങ്ങൾ തെറ്റ് ചെയ്തില്ല. വിലാപ്പുറത്ത് കുത്തിയവനെ നീയും തെറ്റ് ചെയ്തില്ല. ഇതെല്ലാം യുഗങ്ങൾക്ക് ലോകാരംഭത്തിന് മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാ. കഴിഞ്ഞ രാത്രി ദേവദാസൻ പറഞ്ഞ ആ വിഷയം ആദ്യം തോന്നുന്നു. അതെ, കർത്താവ് ദൈവം പാപം ചെയ്തവരെ ചെയ്യാതിരിക്കാമല്ലോ. ദൈവസ്നേഹത്തിന്റെ പ്രതീകം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം അനുവദിച്ചതാ. അങ്ങനെയാണ് ഞാനൊക്കെ മുൻപേ അനാദികാലത്തെ ചില നിർണയങ്ങൾ ദൈവത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. തിരുഹിതം നിത്യതയിൽ ചിന്തിച്ചു വച്ചിരിക്കുന്ന നിർണയങ്ങൾ സാധ്യമാക്കേണ്ടതിന് അവരെന്നെ സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. പറഞ്ഞ് മനസ്സിലായില്ല? ഉദാഹരണം പറയാം. 12 പേര് നിൽക്കുക മുമ്പിൽ. ആരുടെ? യോസഫിന്റെ ഇവരൊത്തിരി കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഇവരാരാണെന്ന് യോസഫിനറിയാം. നാം ആരാണെന്ന് ആർക്കറിയാം? ഇവരാരാണെന്ന് യോസഫിനറിയാം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 7-8 ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 45-ന്റെ 7-8. ആരോട് പറയുന്നതെന്നറിയാമോ? യോസഫ് സഹോദരന്മാരോട് പറയുക, ഭൂമിയിൽ നല്ല സ്തോത്രമൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ബാക്കി വായിക്കുക, എനിക്കറിയാം. നിങ്ങൾ അല്ലേ അല്ല, അവരാന്നോ? ഇവിടെ സ്റ്റേറ്റ്മെന്റ് എന്തുവാ? നിങ്ങളല്ല. നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്നും പേടിക്കുകയും വേണ്ട.
എന്നെ ദോതാനിൽ വെച്ച് അക്സെപ്റ്റ് ചെയ്യാഞ്ഞതിനാൽ സ്തോത്രം. കൊച്ചനിലാണല്ലോ എന്ന് വിചാരിച്ച് സുരക്ഷിതമായി സൂക്ഷിക്കാതെ പൊട്ടക്കെട്ടിൽ ഇട്ടതിനാൽ സ്തോത്രം. വളരെ സ്തോത്രം കുറഞ്ഞ് എനിക്കറിയാം. അടിമക്കച്ചവക്കാർ വന്നപ്പോൾ എന്നെ അടിമയായി വിറ്റതിനാൽ സ്തോത്രം. പൊത്തിപ്പേര് ഞാൻ തെറ്റ് ചെയ്യാഞ്ഞിട്ടും എന്നെ ജയിൽ ഇട്ടതിനായി സ്തോത്രം. സ്തോത്രം. അതുകൊണ്ടൊക്കെയാ ഇന്ന് ഞാൻ ഫറവോന് പിതാവായിരിക്കുന്നത്. ഈ മക്കളെ, പിശാചിന്മേലുള്ള അധികാരം തരാൻ കാരണം നീ വന്ന വഴിയാ. സ്തോത്രം. മനസ്സിലായോ? നാം ഇന്നത്തോളം വന്ന് ദൈവം കൊണ്ടുവന്നതാ. ചില വ്യക്തികളെ ദൈവം അവിടങ്ങളിലായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പരിപാടിയാ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് കർത്താവ് സ്തുതിക്കാമോ? നിന്റെ വീട്ടിലും നിന്റെ സമൂഹത്തിലും നിന്റെ ജോലിസ്ഥലത്തും നിന്റെ ഭവനത്തിലും ഒക്കെ ചില വ്യക്തികൾ നിനക്കെതിരായിട്ടുള്ളത് നിനക്കധികം ദൈവത്തോട് അടുക്കുവാനുള്ള മുഖാന്തരമാ. അവരെയൊക്കെ ഓർത്ത് വല്ലപ്പോഴും ദൈവത്തോട് സ്തുതിക്കാമോ? സ്തോത്രം. വർഷങ്ങളായി ഇത്ര നല്ലൊരു ഭർത്താവ്. ആ ഭർത്താവ് സ്റ്റേറ്റ്മെന്റ് കേൾക്കണോ? 10 മക്കളെക്കാൾ അത് മതി. അവൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ആശ്വസിച്ച് കംഫോർട്ട് സോണിൽ കിടക്കുമ്പോൾ അവിചാരിതമായി ഒരു സ്ത്രീയുടെ മുഖം മാറി. ഒരു നല്ല സ്തോത്രം പറയണേ. ചിലരുടെയൊക്കെ മുഖഭാവം മാറുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. ഇത് ഈസി ഒന്നുമല്ല. അത്ര ഈസി ഒന്നുമല്ല. പെനിന്നയാൽ പരിഹാസം കേറിയപ്പോൾ പെനിന്നെ ശപിച്ചില്ല, ആലയത്തിലേക്ക് ചെന്നു. അവൾക്ക് മനസ്സിലായി, സമയമായി. ഇസ്രയേലിൽ ഒരു വിശ്വസ്ത പ്രവാചകൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വിഷയം. ദൈവത്തിലെ, നീ പോകുന്ന സാഹചര്യം അറിയുന്ന ഒരുവനുണ്ട്. ദൈവം അറിയാതല്ലെന്ന് വിശ്വസിക്കാമോ? ഇവർ എന്ന് ചെയ്യുന്നത് അവർക്കറിയാത്തത് കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. കാരണം നിത്യതയുടെ പ്ലാൻ പൂർത്തീകരിക്കാൻ വേണ്ടി നിന്റെ പദ്ധതി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ കാലങ്ങൾക്ക് എല്ലാം ഓൾ റൈറ്റ് ആയിരുന്നെങ്കിൽ ഇത്രയോ കണ്ണുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണില്. എവരിതിങ് ഓൾ റൈറ്റ്, എവരിതിങ്. ചോദിക്കുന്ന എല്ലാം കിട്ടി, പറയുന്ന എല്ലാം കിട്ടി, എല്ലാ സൺഡേയിലും സ്തോത്രം പറയാനുള്ള സാക്ഷ്യമുണ്ട്, എല്ലാം ആയിരുന്നെങ്കിലോ അധികവും വിശ്വാസി കാണത്തില്ല. ദൈവം നടത്തുന്ന വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇവരോട് ക്ഷമിക്കണമേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2, സമീപയുള്ള കള്ളൻ. കള്ളൻ ഞാൻ പറയുന്നത് ദുഷ്പ്രവർത്തിക്കാൻ. അവനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ, ഇന്ന് നീ എന്നോടുകൂടെ. സ്വത്രം. ഈ പുള്ളിക്കാരന് അന്നത്തെ നിയമം ഇതാണ്, ക്രൂശിൽ ആരെങ്കിലും കൊന്നാൽ ക്രൂശിന്റെ മേളിൽ അവരുടെ കുറ്റപത്രം എഴുതി വെക്കണം. ഇവർ തെറ്റ് ഇന്നതെന്ന് അവർ എഴുതി വെക്കണം. ഇവൻ നോക്കിയപ്പോൾ ഒരുത്തിന്റെ മേളിൽ ദുഷ്പ്രവർത്തിക്കാരൻ. ഞങ്ങൾ ഒന്നിച്ചാ ജയിലിൽ കിടന്നേ. അവന്റെ പേരിൽ അതാണെങ്കിൽ എൻ്റെയും അതായിരിക്കും. എൻ്റെ അർത്ഥം എന്തുവാ? നിന്റെ തലയുടെ മേളിൽ ഒരു എഴുത്തുണ്ട്. മനസ്സിലായില്ല. മറ്റുള്ളവരുടെ വായിക്കുമ്പോൾ നമ്മളോട് വായിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വായിക്കുമ്പോൾ എൻ്റെ തലയുടെ മേളിൽ ഒരു എഴുത്തുണ്ട്. ഇതൊക്കെ മനസ്സിലായത് ഒത്തിരി പ്രശ്നം ദൈവസഭയിൽ കുറഞ്ഞു കിട്ടിയാണ്.
എന്നാൽ അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ എബ്രായ, ഗ്രീക്ക്, അറബിക്, യമന, അത് തന്നെ എബ്രായ, യവന, ആരാമ്യ ഭാഷയിൽ ഒത്തില്ല 3 ഭാഷയിൽ. എന്തോ ഒരു പ്രോബ്ലമാണെന്നറിയാമോ? ഒരു പ്രകാരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഭാഷ വളരെ വളരെ വയസ്സായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. 3 ലാംഗ്വേജ് എഴുതിയിരിക്കുക. അന്നത്തെ സംസാര ഭാഷ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവൻ യഹൂദന്മാരുടെ രാജാവാ. ഇതാണോ അവന്റെ കുറ്റം? ഒന്നുകൂടെ നോക്കി, ദുഷ്പ്രവർത്തിക്കാരൻ. അങ്ങോട്ട് നോക്കി, അവനെ കണ്ട മാത്രയിൽ ഇവന്റെ ഉള്ളിലൊരു വെളിപ്പാട് കിട്ടി. ഒരു സ്തോത്രം ഒന്ന് പറയണേ. അവനെ കണ്ട മാത്രയിൽ ഇവന്റെ ഉള്ളിലൊരു വെളിപ്പാട് കിട്ടി. ശ്രദ്ധിച്ചു കേൾക്കണം. ആകെ ഇവർ തമ്മിലുള്ള ബന്ധം 6 മണിക്കൂർ ക്രൂശേ കിടക്കുമ്പോഴേ ഉള്ളൂ. ഇതിനു മുമ്പ് ഈ വ്യക്തി ഈ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. 3.5 വർഷത്തെ ഒരു പ്രോഗ്രാമിലും ഇവനില്ല. പറഞ്ഞ മനസ്സിലായോ? കാലാവിലെ കല്യാണ ദിവസത്തെ പ്രോഗ്രാമിൽ, ഞാൻ അങ്ങനെ പറയാൻ കാരണം പിന്നീട് പറയാം, അവനില്ല. 5 അപ്പം കൊണ്ട് 5000 പോഷിച്ച പ്രോഗ്രാമിൽ പലതും പ്രോഗ്രാമായിട്ടാണ് പലതും കണ്ടത്, ഇല്ലയോ? എന്തെല്ലാം ആത്മീയ സത്യങ്ങൾ, മർമ്മങ്ങൾ ഒന്നിച്ച് നടന്നപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തു. വല്ല പറഞ്ഞോ? എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരോട് എന്തെല്ലാം പറഞ്ഞു? വല്ല പറഞ്ഞോ? 10 കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതും ഒരു പ്രോഗ്രാമായിരുന്നു, ഒരു ക്രൂസേഡ്. നീ ആരാ? ജീവിക്കും ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതും അവർ പ്രോഗ്രാമായി മാറി. നമുക്ക് പ്രോഗ്രാം അല്ല വേണ്ടത്, അവനെയാ വേണ്ടത്. നിങ്ങൾക്കറിയാമോ, ക്രൂസിൽ കിടക്കുന്ന ക്രിസ്തുവിനോട് ആദ്യമായി പ്രവചനം പറഞ്ഞ ആരാന്ന്? എൻ്റെ ഒരു ഭാഷയാണ്. ബൈബിളൊന്നും എഴുതിയിട്ടില്ല, ഏത് വാക്യ ഭാഷ എന്ന് ചോദിച്ചേക്കരുത്. ആദ്യമായിട്ട് ദൂത് പറഞ്ഞ ആരാ? നീ രാജാവാകും. അങ്ങനാണോ പറയേണ്ടത്? അങ്ങനാണോ പറയേണ്ടത്? റോമാ ഗവൺമെന്റ് യഹൂദനും ബേൽസബൂയിലൂടെ ചേർന്ന് കൊല്ലാതിട്ടിരിക്കുന്ന ചത്തുപോകാൻ പോവാ. അതിന്റെ അർത്ഥം എന്തുവാ? നീ ചാകാൻ പോകല്ല, നീ രാജാവാകും. ഈ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടി? അറിയേണ്ടവനെ അറിയുമ്പോൾ അറിയേണ്ടവനെ പറ്റിയുള്ള വെളിപ്പാട് കിട്ടും. ഇനി 2 അത്രയുമല്ല, നീ രാജാവാകുമ്പോൾ, അങ്ങോട്ട് അല്ല ഇങ്ങോട്ട്, നീ രാജാവാകുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? ഞാനും മിക്കവാറും നിന്റെ കൂടെ വരും. നിങ്ങൾക്ക് മനസ്സിലായില്ല? മനസ്സിലായില്ല? നമ്മൾ ചത്തു മൺമറയാനൊന്നും പോവല്ല. ആ കാഴ്ചപ്പെട ആ പുള്ളിക്കാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. നീ എവിടെങ്കിലും പോയി ചാകോ കുഴിച്ചു എന്ന് ഒരു കാര്യം പറയും, ഇവൻ രാജാവായാൽ ഞാൻ ഇവനോട് പോകും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്, നാം അവനോടുകൂടെ വാഴേണ്ടവനാ. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. ഈ യേശുവിന് ആദ്യം ട്രാക്ട് വായിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തിയായത്. അതെ, അല്ലയോ? നമ്മൾ ഈ ട്രാക്ടിന് തലക്കെട്ടൊക്കെയാ എങ്ങനെ എഴുതുന്നേ? ആ ഒരു എഴുത്തു വായിച്ചപ്പോൾ ഞാൻ പറയട്ടെ, ട്രാക്ട് കൊടുക്കുന്ന ചെറിയ മിനിസ്റ്റർ ഒന്നും അല്ല കേട്ടോ.
മാമച്ചൻ ബ്രദറെ, ഡു ഇറ്റ്. ടാക്സ് കൊടുക്കുന്ന ചെറിയ മിനിസ്ട്രിയൊന്നും അല്ല. ഒരു നല്ല സഹോദരൻ പറഞ്ഞില്ല, അതിനകത്ത് ദൈവവചനമുണ്ടെങ്കിൽ അത് ക്രിയ ചെയ്യും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് പറഞ്ഞല്ല. ട്രാക്ട് വായിച്ചതാ ഒരു വ്യക്തി ഇന്ന് സുവിശേഷകനാ. ജീവിതം നിരാശയിൽപ്പെട്ട് ട്രെയിനിന്റെ പാളത്തിൽ തലവെച്ച് ചാകാൻ പോയതാ. രാവിലെ പാസ്റ്റർ ജോയ് വർഗീസ് ട്രാക്ട് കൊണ്ട് പോകുമ്പോൾ അറിയാതെ അടുത്ത് നടക്കുന്നവന്റെ കയ്യിൽ കൊടുത്തു. ഈ പുള്ളിയല്ല കൊടുത്തത്. ഈ പുള്ളി ഒന്ന് ഈ ട്രാക്ട് കൊണ്ട് അടുത്ത് നടക്കുന്ന ഒരു വ്യക്തി ഇതിങ്ങനെ എടുത്തോണ്ട് ഓഫീസ് പോവാ. പുള്ളി വിചാരിച്ചു ഇതെന്തിനാ എനിക്ക്, മുജയ് ക്യാ കർനാ തും ലോ ലോ ഭായി എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരനെ കൊടുത്തു. ആരാ? ഗണേഷ് പൊടുവാളിന്റെ കൊടുത്തു. അവൻ പറഞ്ഞു ഞാൻ ചാകാൻ പോവാ, എനിക്കിതിനാ ഇത്. അവനും പോകറ്റി വിട്ടു. കുറച്ച് കഴിഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ ഏതായാലും ചാകാൻ പോവാ. ഒന്ന് വായിച്ചേക്ക. जो कोई परिश्रम करने वाले बोझ से दबे मेरे पास आओ मैं तुझे विश्राम दूंगा. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായിട്ടുള്ളവരെ എന്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. വീണ്ടും വീണ്ടും വായിച്ചു. നിങ്ങൾക്കറിയാമോ, ട്രെയിൻ പാളത്തിന്റെ അവിടേക്ക് പോയില്ല. ജോയി വർഗീസ് പാസ്റ്റർ വീട്ടിലേക്ക് ചെന്നു. അന്ന് പകൽക്കാലം ഗണേഷ് പൊതുവാൾ യേശുവിനായി ജീവിതം കൊടുത്തു. ഇന്ന് ആമോസ് പൊതുവാൾ ഒരു സുവിശേഷകനാ. സ്വന്തം പറയാമോ? അതുകൊണ്ട് ലഭിക്കുന്ന സമയം ലാംഗ്വേജ് അറിയാൻ മാത്രമല്ല, പക്ഷെ വാചനമാണോ കൊടുക്ക് ധൈര്യത്തോടെ എവിടെങ്കിലും ദൈവം പ്രവർത്തിക്കും. ജോലിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, നിങ്ങൾ കഴിയുമെങ്കിൽ ആർക്കെങ്കിലും ഒരു 10 ട്രാക്ട് കൊടുക്കാൻ ഒരു തീരുമാനമെടുക്കും ഈ വർഷം. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്നോന്ന് എനിക്കറിയാം. ആദ്യമായിട്ട് വായിച്ച് ജീവിതത്തിൽ രൂപാന്തരം വന്ന വ്യക്തിയായവൻ. ഞാൻ മുൻപോട്ട് പോകട്ടെ. അടുത്തത് 3. അവിടെ അമ്മ നിൽക്കുക. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ആരെ കാണിച്ചുണ്ടാ? യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. കടപ്പാടുകൾ മറക്കരുത്. അതിനാരും നല്ല സ്തോത്രമൊന്നും പറഞ്ഞില്ല. അന്യഭാഷ തന്നെ പറയുകയോ ആത്മീയൻ തന്നെ നടിക്കുകയോ സുവിശേഷം എന്തോ എല്ലാം ചെയ്യുകയോ ആവശ്യമുള്ളതെല്ലാം വാരിക്കൊടുക്കുകയോ ചെയ്തിട്ട് നിന്റെ കടപ്പാടുകൾ മറന്നാൽ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇവനറിയാം. ആർക്കറിയാം? നിങ്ങൾക്കറിയാമോ? യേശു കർത്താവ് സുവിശേഷ ശുശ്രൂഷ തുടങ്ങിയത് 30-ാമത്തെ വയസ്സിലാണ്. 30-ാമത്തെ വയസ്സിലും അടുത്ത 3.5 വർഷവും ഊരുകളിലും ഗ്രാമങ്ങളിലും അവൻ കേട്ട ഒരു വാക്കുണ്ട്, അപ്പനില്ലാതെ ഉണ്ടായവനായവൻ. ഇതാരോടാ ദൂത്? അമ്മയോടാ. 33.5 വയസ്സ് വരെയും വർഷവും അവൾ നിന്നെ അനുഭവിക്കുന്നവളാ. നിങ്ങൾക്ക് മനസ്സിലായില്ല? യോസേഫ് നേരത്തെ മരിച്ചു പോയി എന്നാണ് വചനം പറയുന്നത്. വചനമല്ല, ചരിത്രം പറയുന്നത്. അവൾ ജനിച്ചപ്പോൾ തന്നെ, നിങ്ങൾക്കൊരു ഭാഷയും മനസ്സിലാക്കണം, വളരെ ഈസിയാന്ന് വിചാരിക്കുന്നത് ഈ ദൂത്. അവൾ ദർശനം കണ്ട് വീട്ടിലേക്ക് വന്നു. എന്താ പറ്റി കുഞ്ഞു നിനക്ക്? അത് ഞാൻ ഗർഭവതിയാ, വിവാഹം കഴിഞ്ഞിട്ടില്ല, നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അതെന്താ പറ്റി? ദൂതൻ വന്നു. ആരെങ്കിലും പ്രേസോട് പറയുമോ? ഒന്ന് പറഞ്ഞു.
ചരിത്രത്തിൽ സംഭവിക്കാത്തത് ഇവള് പറഞ്ഞാൽ ആരാ പ്രൈസോട് പറയുന്നത്? ദൂതൻ ഇറങ്ങി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അന്നേ ഡിവോഴ്സ് നടന്നേനെ. ആരോട്? യോസേഫിനോട്. അവനും വളരെ വയസ്സായിട്ട് മിണ്ടാതെ നടന്നു. സ്തോത്രം. ആ വീട്ടിൽ പാർത്ത് സഹി കെട്ടപ്പോൾ മലനാട്ടിലേക്ക് പോയി അവൾ. അവളെ അറിയുന്ന ഒരുവൾ അവിടെയുണ്ട്. നിന്നെ എല്ലാവരും അറിയത്തില്ലെങ്കിലും നിന്നെ പോലെ കാഴ്ചപ്പാട് പ്രാപിച്ചവരെ അന്വേഷിക്കണം, അവരുമായി ഷെയർ ചെയ്യണം. അവിടെ പോയി. നിങ്ങൾക്കറിയാമോ, യേശു കുഞ്ഞു ജന്മം കൊടുത്തു. ഈസി ആയിരുന്നില്ല. യോസേപ്പ് നിന്നില്ലായിരുന്നുവെങ്കിൽ ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമായിരുന്നു എന്ന് വിചാരിച്ച് പൊതുവെ ഒന്നും പറയുന്നില്ലെങ്കിലും എല്ലാവർക്കും അറിയാം എങ്ങനെയായി കുഞ്ഞുണ്ടായത്. എത്ര വർഷം കൊണ്ട് നടന്നു? 33.5 വർഷം ഈ നിന്നയേറ്റ് നടക്കുന്ന കണ്ടതായി മോൻ. ഇവന് സ്റ്റെപ്പ് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഭാഷയിൽ പറയാം, ഒരു പക്ഷേ ഇസ്രായേൽ കഴിയുമ്പോൾ ഇവര് എവിടെങ്കിലും കൊണ്ട് ആക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. ശരിയോ തെറ്റോ? ഒന്നും ഇല്ലാഞ്ഞിട്ട് എല്ലാം എഴുതി കിട്ടി കഴിയുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണേ. ഒരു സ്വതന്ത്രമൊക്കെ പറയണേ. നമ്മള് വലിയ പിള്ളേരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവൻ അറിയാം ഇവളെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരുവനെ ഏൽപ്പിക്കണം. നിന്നെ അറിയാവുന്ന ഒരുവനുണ്ട്. ഒരു സഹോദരൻ പറയണേ, നീ പുറമെ ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും യേശുവിന്റെ അമ്മയ കനാവിലെ കല്യാണ ദിവസം അത്ഭുതം ചെയ്ത ഇവൾ കൂടി ഇതൊക്കെ മനുഷ്യർ പറയുമ്പോഴും ഇവിടെ ഉള്ളിൽ കൂടി പോകുന്ന ഹൃദയത്തിന് വേദന അറിയാവുന്ന ഒരുവൻ, നിന്റെ ജീവിതത്തിന്റെ ഓരോ സ്റ്റേജിലും നീ പോകുന്ന സാഹചര്യം അറിയാവുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. പലർക്കും പലതും പറയുവാൻ കഴിയും. പല കാര്യങ്ങളും പറഞ്ഞ് നിന്നെപ്പറ്റി റിസൾട്ട് അനുസരിച്ച് ചെയ്യാൻ കഴിയും. പക്ഷെ നിന്റെ വിഷയം അറിയാവുന്ന ഒരുവൻ മാത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവൻ നിന്നെ കുറിച്ച് ഉത്തരവാദിത്വമുള്ളവനാണ്. സ്തോത്രം. ഒരു നല്ല സ്വതന്ത്രം പറയണേ. ഇന്ന് പകൽക്കാലം ദൈവാത്മാ സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്വതന്ത്രം പറഞ്ഞാൽ മതി. ഞാൻ ഒരു കാര്യം പറയാം. ഒരു വിവാഹം നിശ്ചയിച്ച, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു കന്യകയിൽ യേശു കർത്താവ് ഒന്നാമതായി വന്നുവെങ്കിൽ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു കന്യകയ്ക്ക് വേണ്ടി അവൻ വീണ്ടും വരുന്നുണ്ട്. ഒന്നുകൂടെ പറയട്ടെ. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു കന്യകയിൽ അവൻ ഈ ഭൂമിയിലേക്ക് വന്നുവെങ്കിൽ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു മണവാട്ടിയെ കൊണ്ടുപോകുവാൻ അവൻ വീണ്ടും വരുന്നുണ്ട്. ഹല്ലേലൂയ. പൗലോസ അത് പറയുന്നത് ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇതാരെ പറ്റിയാ പറയുന്നത് അറിയാമോ? ഇതാരെ പറ്റിയാ? എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ എനിക്കറിയാം എന്നെ പറ്റിയാ.
ദൈവസഭയെ പറ്റിയാ പറയുന്നത്. വിവാഹ നിശ്ചയം ചെയ്തവരെ കൊണ്ടുപോകുവാൻ. സ്തോത്രം. ഈ ദിവസങ്ങളിലൊന്നിൽ അവൻ വരുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അന്നു മാത്രമേ നിന്റെ നിന്ന മാറത്തുള്ളൂ. അന്ന് മാത്രമേ നിന്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരികയുള്ളൂ. ഈ പകൽക്കാലം ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ഓ, അടുത്തത് എനിക്ക് ദാഹിക്കുന്നു. ആരായി പറയുന്നത്? ഈ സമുദ്രത്തിനെയൊക്കെ ഉളവാക്കിയവൻ, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്ന് പറയുക, ദാഹിക്കുന്നവനൊക്കെ എന്റെ അടുക്കൽ വരട്ടെ. ശമരിയ പട്ടണത്തിലെ കിഴറ്റിന്റെ അരികിൽ പറയുക, ഞാൻ നിനക്ക് ദാഹിക്കുന്നുവെങ്കിൽ ജീവജലം തരാം. ഇവൻ പറയാ, എനിക്ക് ദാഹിക്കുന്നവൻ എന്റെ അടുക്കിലേക്ക് വരട്ടെ എന്ന് വിളിക്കുന്നവൻ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യൻ, മാനവജാതി അവന്റെ അടുക്കിലേക്ക് ചെല്ലേണ്ടതാണ് അവിടെ കണ്ടത്. ഞാൻ കരയേണ്ട കരച്ചില അവൻ കരഞ്ഞു. പറഞ്ഞു മനസ്സിലായോ? യേശു കർത്താവ് 3.5 വർഷം പ്രശ്നങ്ങൾ പോയപ്പോൾ അവൻ കരഞ്ഞിട്ടില്ല. ക്രൂശിൽ കരഞ്ഞതൊഴിച്ച്. അത് മുമ്പേ നമ്മൾ പറയാം. 5 ഞങ്ങൾ സമയം പോകാൻ വേണ്ടി പറഞ്ഞ കൂട്ടും, അതിന് സമയമില്ല. ഏലി ഏലി എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ഇവിടെ മാത്രമാ എന്റെ ദൈവമേ എന്ന് പറയുന്നു. മറ്റിടത്തൊക്കെ എന്താ പറയുന്നേ? പിതാവേ. ലാസറിന്റെ കല്ലറയിൽ പിതാവേ. പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പിതാവേ. ഹല്ലേലൂയ. പിതാവേ, ഈ പാത്രം. പക്ഷെ ഇവിടെ ദൈവമേ എന്ന് വിളിക്കുന്ന മാനവജാതി വിളിക്കേണ്ട വിളിയാ. എന്ന് ഏതിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആദാം പറഞ്ഞ വാക്ക, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ആണോ അല്ലയോ? ഏതൻ തോട്ടത്തിനകത്ത് അവനെ പാർപ്പിച്ചു. ദൈവ സംസർഗത്തിൽ അവനായിരുന്നു. ദൈവസഹിത്വം അവൻ നഷ്ടപ്പെടുത്തി. അവനെ ഇറക്കി വിടുമ്പോൾ സന്തോഷത്തോടെ അല്ല അവൻ പോയത്. ആ കൈവിട്ട മാനവജാതിയെ സ്വീകരിക്കുന്ന സ്ഥലമാ കാൽവരി. മാനവജാതിയുടെ കരച്ചിലായി എന്റെ ദൈവമേ. ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം, ഒരിടത്തും അവൻ കരഞ്ഞിട്ടില്ല. എന്താ കാര്യം എന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 32 തോന്നുന്നു, ഒന്ന് വായിക്കണേ. ഹല്ലേലൂയ. 32 ഇല്ലയോ? എന്നാ ഇത്രയേ ഉള്ളൂ. ഏതാ? എന്തോ അത്? അതൊന്നും അല്ല. താങ്ക് യു. എന്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട് താൻ. യേശു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റാ. എന്തുവാ? ഇവൻ 16 തോന്നുന്നു. 16-32. അതെ. ഏതാ? 11-36. 16. താങ്ക് യു ജെയ്സനെ. എന്നാണ് പരിശ്രമിച്ചല്ലോ. ഒന്ന് വായിച്ചേ. അത് തന്നെ ഒന്ന് വായിച്ചേ. അപ്പൊ ഞാൻ ഏകനല്ല, പിന്നെ ഞാൻ എന്തിനാ കരയേണ്ട ആവശ്യം? അത് മനസ്സിലായില്ല.
3.5 വർഷം 33 വർഷം ശുശ്രൂഷിച്ചു. പ്രശ്നമില്ലാഞ്ഞിട്ടാണോ? അവനെ എന്തോവല്ല പറഞ്ഞു, എന്തോവല്ല പരിഹസിച്ചു, അവനെ കൊല്ലാൻ നോക്കി. ഇതെല്ലാം ചെയ്തപ്പോഴും അവന് കരയേണ്ടിയ കാര്യം വന്നില്ല. കാര്യം എന്തുവാ? ഞാൻ ഏകനല്ലായിരുന്നു. നമ്മളോ? അങ്ങനെയാണ് ഇന്ന് നമ്മളോടായി ചോദ്യം. നിങ്ങൾക്ക് മീഖായുടെ പുസ്തകം 4:9 ഒന്ന് വായിക്കാമോ? ഈ 7 മുഴുവൻ കഴിഞ്ഞാൽ മതിയാണ്. പെട്ടെന്ന്. ആ ആ ആ മതി. ഒരു ചോദ്യമാ, നീ എന്തിനായി ഉറക്കം നിലവിളിക്കുന്നത്? നിന്റെ അകത്ത് രാജാവില്ലേ? നിന്റെ മന്ത്രി. ഒരു സ്തോത്രമൊക്കെ ഒന്ന് പറഞ്ഞേ. എത്ര നല്ല വചനമാകട്ടെ, എന്നിട്ടും മിണ്ടാതിരിക്കുന്നേ. കരയരുത്, കണ്ണുനൊഴിക്കരുതൊന്നും ബൈബിളിൽ വാക്കിയില്ല കേട്ടോ. പക്ഷെ ചോദ്യമുണ്ട്. നീ ഗിവപ്പ് ചെയ്യുന്ന പോലെ കരയരുത്. നിന്റെ അകത്തൊരുവനുണ്ട്. അത് ഈ ലോകത്തിലെ രാജാവ് എന്നുള്ള രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ. 2, നിന്റെ മന്ത്രി. ഇങ്ങനെ ഇരിക്കുന്നേ, നിന്റെ മന്ത്രി ഇല്ലാതെ പോയോന്ന്. രാജാവിന് ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന മന്ത്രി ഉണ്ടല്ലോ, അവനും നിന്റെ കൂടെ ഉണ്ടെന്ന്. എത്ര നല്ലൊരു ദൈവവൈതല ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കാരുണ്ട്? ഭൂമിയിൽ ഒരു രാജാവും നമ്മളോട് കൂടെ ഇല്ല. ഒരുവൻ നമ്മോട് കൂടെ ഉണ്ട്. വാക്കുകൾ ചുരുക്കട്ടെ. യേശുവിന്റെ വചനം നിമിത്തം, യേശുവിന്റെ നാമം നിമിത്തം ഒരുവനെ പിടിച്ചു. ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യൻ തിളച്ച എണ്ണയിലിട്ടു. എണ്ണയിൽ മുക്കിപ്പൊക്കിയവന്റെ കൈ പൊള്ളി. തലയോടെ താഴോട്ട് താഴ്ത്തിയവന്റെ കൈ പൊള്ളി. ഏറ്റവും അടുത്ത് സ്നേഹിച്ചവൻ ഒരു പൊള്ളലുമില്ലാതെ വെളിയിൽ വന്നു. ചരിത്രം പറയുന്നത് പിന്നെ അവന് വിഷം കൊടുത്തു എന്നാ പറയുന്നത്. അറിയത്തില്ല ശരിയാണോ. എന്നിട്ടും പറ്റാഞ്ഞുകൊണ്ട് എങ്ങോട്ട് പറ്റി? പത്മോസിൽ ഏകനായിരിക്കുക. സാഹചര്യമെല്ലാം പ്രതികൂലമാ. പക്ഷെ ഏകനായിരിക്കുമ്പോൾ ഇതാ പരിചയമുള്ള ഒരുവൻ വരുന്നു. പക്ഷെ അവൻ നോക്കിയിട്ട് പഴയ ആളല്ല. കഴിഞ്ഞ 3.5 വർഷം കണ്ട വ്യക്തി. പക്ഷെ എനിക്കറിയാം ഇതാരാന്ന്. ശബ്ദം കൊണ്ട് മനസ്സിലായി. തിരിഞ്ഞു നോക്കിയപ്പോൾ എങ്ങനാ? 7 പൊന്നിലവിളക്കുകളുടെ മധ്യേ. വായിച്ചേ. മാറത്തു പൊൻകച്ച കെട്ടിയവൻ. അടുത്ത് തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ. ഓ 3.5 വർഷം മുമ്പ് കണ്ട വ്യക്തിയാണോ ഇത്? എന്താ ആ വ്യക്തി അല്ലാത്തതെന്നറിയാമോ? യോഹന്നാനെ പോയി അവൻ സ്പർശിച്ചു. യോഹന്നാൻ താഴെ വീണു, എഴുന്നേറ്റു. എന്ന് പറഞ്ഞ താഴെ വീണെങ്കിൽ പിടിച്ചെഴുന്നേൽപ്പിക്കണം. അവൻ തന്നെ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് പറയുക, ഭയപ്പെടേണ്ട, ഞാൻ ആരാന്നറിയാമോ?
കാനാവിലെ കല്യാണ ദിവസം കണ്ട യേശു അല്ല. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച യേശു അല്ല ഇത്. ഞാൻ ആദ്യനും അന്ത്യനും. അടുത്തത് ഞാൻ മരിച്ചവൻ. ഹല്ലേലൂയ. അവിടെ കൊണ്ട് നിന്നില്ല, പാസ്റ്റ് ടെൻസിലാ പറഞ്ഞത്. ഞാൻ മരിച്ചവൻ ആയിരുന്നു. അടുത്തത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഒരു നല്ല സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. സ്ത്രീയെ, നീ കരയുന്നത് എന്താ? ഇന്നലെ വരെ കണ്ട നിന്റെ യേശു അല്ല ഞാൻ. അതതിന്റെ അർത്ഥം. നീ ഇവിടെ തിരയുന്നത് 3.5 വർഷം നിന്നോട് കൂടെ നടന്ന് ശുശ്രൂഷിച്ച യേശുവിനെയാ. അവൻ മരിച്ചുപോയി. സ്തോത്രം. എന്നാൽ അവൻ പോയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ്. യോഹന്നാനെ, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഓർഡർ അല്ല വിഷയം, ഈ താക്കോലാ വിഷയം. മനസ്സിലായോ? ദൈവം അറിയാതെ ഒരു ആത്മീയ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇന്ന് പകൽ ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. ആ ചോദ്യത്തിന്റെ അർത്ഥം, നീ ആരെ തിരയുന്നത്? ഉയർത്തെഴുന്നേറ്റ് ഞാൻ നിന്റെ അടുക്കലുണ്ട് ഈ തോട്ടത്തിൽ. എന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയ ഒരു തോട്ടമുണ്ടായിരുന്നു, ഏദൻ. പക്ഷെ ഈ തോട്ടത്തിൽ എന്റെ സാന്നിധ്യമുണ്ട്, നീ ഒറ്റയ്ക്കല്ല. അതാ പുതിയ നിയമസഭയാം തോട്ടം. ഒരു സഹോദരൻ പറയണേ ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഞാൻ 3.5 വർഷം ശുശ്രൂഷിച്ചപ്പോൾ പിതാവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ ജീവിതത്തിൽ ഇനിയും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നമുക്കൊന്ന് എഴുതേക്കാം. എല്ലാവർക്കും ഒരല്പം ദൈവത്തെ ശ്രദ്ധിക്കാമോ? ബാക്കി ഭാഗം അടുത്ത ആഴ്ച ചിന്തിക്കാം. നിന്റെ ഹൃദയത്തിന്റെ വേദന, നീ കരയുന്നത്, നീ ഒറ്റപ്പെട്ടു പോയത്, കൂടെ വന്നവരാരുമില്ലാതെ പോയത്, ശൂന്യത മാത്രം കണ്ടത്, അന്ധകാരം മാത്രം തളം കെട്ടി നിൽക്കുന്നത്, നിരാശ മാത്രമുള്ളത്, പാതാളത്തിലേക്ക് ഇറങ്ങി 4000 വർഷം ബന്ധനത്തിലായിരുന്ന വിശുദ്ധന്മാരെ വിടുവിച്ച് പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അവൻ നിന്റെ പ്ലാൻ ചേഞ്ച് ചെയ്ത് ഒരു സഹോദരിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചുവെങ്കിൽ ഹൃദയം വേദനിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, വിതുമ്പിക്കരയുന്ന ഒരു ജീവിതത്തെ കണ്ടിട്ട് നിത്യതയുടെ പ്ലാൻ പോലും മാറ്റിവെക്കുവാൻ അവന് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സഭയാം തോട്ടത്തിലും അവനുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് പകൽക്കാലം ഈ സഭയാം തോട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരുണ്ട്. എന്റെ യേശു മരിച്ചു പോയിട്ടില്ല, അവൻ ഉയർത്തി ജീവിക്കുന്നവനാ. കർത്താവിനെ സ്തുതിക്കാം, ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കാമല്ലോ.
നിത്യതയോടുള്ള ബന്ധത്തിൽ നിന്നെ കൊണ്ടുപോകുന്ന വഴികളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ, ചില സന്ദർഭങ്ങൾ നിനക്ക് അസഹ്യമായി തോന്നിയാലും നിത്യതയോടുള്ള ബന്ധത്തിൽ ദൈവം നിന്നെ കൊണ്ടുപോകുന്ന വഴികളാ. നിന്റെ കടപ്പാടുകൾ മറക്കരുത്. നിന്റെ കണ്ണുനീർ കാണുന്ന ഒരുവനുണ്ട്. ക്രൂശിൽ അല്പനേരത്തേക്ക് സ്വർഗം അവന്റെ വിളിക്ക് മൗനമായിരുന്നതും എന്നെയും നിന്നെയും ഓർത്തുകൊണ്ടാ. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാമോ, യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കും. ഹല്ലേലൂയ. ചേർന്ന് പാട്ട്. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷമല്ലോ തകർത്തതായാൽ. മരണത്തിൻ ഘോരതര വിഷമല്ലോ തകർത്തതാകയാൽ. ഇനിതല്ലോ ഭയമെന്റെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമേ എനിക്കെല്ലാം എന്നെ സുമത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശുവിൻ മുന്നിൽ മഹത്വത്തിനാം. യേശുവിൻ മുന്നിൽ മഹത്വത്തിനാം. ഇനി വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ,
എല്ലാ കണ്ണുകളും അടയട്ടെ. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? നിന്റെ ദുഃഖവും നിന്റെ നിന്ദയും നിന്റെ ഞരക്കവും നിന്റെ ശാപവും നിന്റെ പാപവുമല്ല ഞാൻ കാൽവറിയിൽ ഇന്നലെ വഹിച്ചു. ഇന്ന് ഞാൻ ഈ തോട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റവനായിട്ടാണ് വന്നിരിക്കുന്നത്. നിന്റെ രാജാവ് ജീവിക്കുന്നില്ലേ? നിന്റെ രാജാവ് നിന്റെ ഉള്ളിലില്ലേ? മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിന്നിലില്ലേ? പരിശുദ്ധാത്മാവ മന്ത്രി നിന്റെ കംഫർട്ടറും കമ്പാനിയനുമല്ലേ? നീ കരയുന്നത് എന്ത്? ഇന്ന് പകൽ ധൈര്യത്തോടെ ഭവനത്തിലേക്ക് മടങ്ങാം. മനസ്സിൽ പറയാം, എന്റെ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ രാജാവായി എന്റെ ഉള്ളിലുണ്ട്. നല്ല മന്ത്രിയാകുന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ നടത്തപ്പെടുന്നു. തളർന്നു പോകരുത്, ഗിവപ്പ് ചെയ്യരുത്, ക്ഷീണിച്ചു പോകരുത്. വഴിയിൽ വരെ തളരുവാൻ സാധ്യത ഉണ്ടെങ്കിൽ പുത്രനെ ചുംബിക്ക്. മറിയേ, നീ പോയി സാക്ഷ്യം പറ. എന്റെ സഹോദരന്മാരോട് നീ പോയി പറ, എന്റെ യേശു ജീവിക്കുന്നെന്ന്. പറ പറ പറ, ധൈര്യത്തോടെ പറ, എന്റെ യേശു ജീവിക്കുന്നു. എന്റെ പ്രശ്നമല്ല, എന്റെ വിഷയമല്ല, എന്റെ നിരാശയല്ല, എന്റെ ഒറ്റപ്പെടല്ല എനിക്ക് വിഷയം. എന്റെ വിഷയം യേശു ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം ധൈര്യത്തോട് ഭവനത്തിലേക്ക് മടങ്ങാം. നിന്റെ വിഷയത്തിന് മുൻപിൽ ചോദ്യചിഹ്നം വരുമ്പോൾ, പരിഹാസ വിഷയമാകുവാൻ സാധ്യതയുള്ളപ്പോൾ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, എന്റെ യേശു ജീവിക്കുന്നു. പ്രാർത്ഥിക്കാം. നാളെ ഞങ്ങൾ കുടുംബമായിട്ട് ന്യൂയോർക്കിന് പോകും. അടുത്ത ശനിയാഴ്ച മടങ്ങി വരും. വ്യാഴാഴ്ച മോൻസുബദും കുടുംബവും അതുപോലെ ജയ്സനും കർത്താവ് വഴിയാത്തിൽ പരിപാലിക്കുന്നതിൽ പ്രാർത്ഥിക്കും. പ്രിയ ബാബുവിന്റെ ഡാൻസിലേക്ക് മടങ്ങി കർത്താവ് കൂടെ ഇരിക്കും. സുഖമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഒരു മറുപടിയേ ഉള്ളൂ, യേശു ജീവിക്കും. കണ്ണുനീർ തോരാത്ത പലരും ഈ സഭയിലുണ്ട്.
അങ്ങനെയെങ്കിൽ ഒരു വാക്ക് മാത്രം പറഞ്ഞിട്ട് ഒരു സമർപ്പണത്തോടെ ഇന്ന് പകൽക്കാലം പിരിയ. എൻ ജീവനേ വലിയതാണെനിക്ക് ഓ എൻ ജീവനേ ആളും നീ വലിയതാണെനിക്ക് ഓ ആരാധന ആരാധന യേശുവിൻ ആരാധന 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 യേശുവിൻ ആരാധന ആരാധന ഒന്നുകൂടെ ഒന്നുകൂടെ ആരാധന യേശുവിൻ ആരാധന 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 ലൈനിൽ പാപ്പച്ചാനുണ്ടോ? പാപ്പച്ചാൻ ഉണ്ടോ? പാപ്പച്ചാൻ ഇല്ലയോ? പ്രാർത്ഥിച്ചാട്ടെ.
ത്തെ അനുഗ്രഹിച്ചയക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ നിരന്തരമായ കൂട്ടായ്മയും കാവലും സാവകാശവും നാം എല്ലാവരും നാം ഓർത്ത് പ്രാർത്ഥന വിഷയം നമ്മേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചത്തെ യോഗപരം ഒന്ന് കേൾക്കണേ. തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ ആലയത്തിൽ വെച്ച്, വെള്ളി വൈകിട്ട് സൂമിൽ, ശനിയാഴ്ച വൈകിട്ട് ഇവിടെ വെച്ച്, ഞായറാഴ്ച വൈകിട്ട് ചന്ദമ്പ വീട്ടിൽ വെച്ച്. അടുത്ത ഈ വീക്കെൻഡ്, ഈ ഇയർ എൻഡിൽ 26 മുതൽ 31 വരെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞതാണ്. കർത്താവ് സഹായിക്കട്ടെ. പിന്നെ ഇന്ന് വൈകുന്നേരം, നാളെ വൈകുന്നേരവും, ഇന്ന് വൈകുന്നേരം കാനഡയിലുള്ള ഒരു ചർച്ചിൽ നമ്മുടെ പ്രിയ ലിജി പാസ്റ്റർക്ക് ബ്രദർ പോകുന്ന കാൽഗറി ചർച്ചിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു മീറ്റിംഗ് ഉണ്ട്. അത് നല്ലതാണ്, വളരെ ഇൻഫോർമേറ്റീവാണ്. അതായത് ഡിസ്കഷൻ ആദ്യം കൂടുതൽ മുസ്ലിം സമുദായത്തോടും റിലീജിയൻ്റെ കാര്യത്തിലൊക്കെ സംസാരിക്കുന്ന അനിൽ കോടിത്തോട്ടം നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹത്തിൻ്റെ ഒരു മിനിസ്ട്രിയാണ്, അദ്ദേഹമാണ് മിനിസ്ട്രി ചെയ്യുന്നത്. അവിടുത്തെ പാസ്റ്റർ ആ സഭയാണ് സ്പോൺസർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിംഗിനകത്ത് ആ സൂമിൻ്റെ കണക്ഷൻ ഇടും. നിങ്ങൾ നോക്കിയാൽ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുകയാണ്, ഇതാണ് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ നാളെ വൈകിട്ടും വേണമെങ്കിൽ കയറാം. അത് പറയണം, കാരണം നാളെ വൈകിട്ട് മീറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ ക്യാൻസൽ ചെയ്യത്തില്ല. താല്പര്യമാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്താൽ നാളെ വൈകിട്ടൂടെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇന്നത്തെ അറ്റൻഡ് ചെയ്യുക. ഇത് ഇവിടുത്തെ സമയം എപ്പോഴാണ്? 7:30, 7:30 നമ്മുടെ സമയം. പിന്നെ അതെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കാണും, അല്ലെങ്കിൽ നിങ്ങൾ അത് നോക്കിയാൽ ബാക്കി അറിയും. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത ഗ്രൂപ്പ് ബാക്കിൽ നിലപ്പുണ്ട് കത്ത് കയറാൻ വേണ്ടി. അതുകൊണ്ട് വെളിയിലിറങ്ങി, ഇനി 5 മിനിറ്റോടെ ഉള്ളൂ അവർക്ക് തുടങ്ങാൻ. വെളിയിലിറങ്ങി സംസാരിക്കാം.